നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി നേടുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുക മാത്രമല്ല, പുണ്യതീർത്ഥയാത്രകൾക്കൊപ്പം വിനോദയാത്രകൾ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ കൂടുതൽ ദിവസങ്ങൾ അവധിയെടുക്കുവാനും ഇതെല്ലാം തന്നെ പരിഹരിക്കത്തക്ക വിധത്തിൽ ഒരുപക്ഷെ ഒക്ടോബർ മാസത്തിൽ മിക്ക ദിവസങ്ങളിലും, അതായത് ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യാം എന്ന വാഗ്ദാനത്തോടുകൂടി അവധി ലഭിക്കുവാനും അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് അവിടെ ഉള്ള അന്യനാട്ടിലുള്ളവരെ അല്ലെങ്കിൽ വിദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും വിദേശികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഓണാഘോഷം വളരെ മംഗളകരമാക്കി തീർക്കുവാനും വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരു നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും കുടുംബത്തിലെ ചില തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് അനുരഞ്ജന ശ്രമം അന്തിമമായിട്ട് നിലയിൽ വിജയിക്കുന്നതിനാൽ അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർബന്ധത്താൽ വികസിത രാഷ്ട്രത്തിൽ മേലധികാരി തുടങ്ങി വെച്ചതായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗം ഏറ്റെടുക്കുവാനായിട്ട് ജോലിക്ക് അർഹത വേണ്ട വിധത്തിൽ അവസരങ്ങൾ വന്നു ചേരും. അതിന് യാത്ര പുറപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുക മാത്രമല്ല, ഒരുപക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണ് എങ്കിലും ആ ഒരു മേഖല പോലും ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുമുള്ള അതിന് നാന്തി കുറിക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. 2025 ഒടുവിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികളുടെ ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനും വേറെ ചിലർക്ക് കരാർ ജോലികളാണെങ്കിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കേണ്ടി വരും. ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ സഹായ സഹകരണത്തോടുകൂടി ഇങ്ങനെയുള്ള ഒരു അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതികളെല്ലാം സെപ്റ്റംബർ മാസത്തിൽ തീരുകയും ഈ സെപ്റ്റംബർ മാസത്തിൽ ഒടുവിൽ തന്നെ ഏറെക്കുറെ തൃപ്തികരമായുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. എന്നാൽ തൃപ്തിയായിട്ടുള്ള ഒരു ജോലി നവംബർ മാസത്തിന് ശേഷം മാത്രമേ വന്നു ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുള്ളൂ. പണം കടം കൊടുക്കുന്നത് ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. രക്ഷിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി താൽക്കാലികമായിട്ട് ഒരു കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കും. ഭാവിയിലേക്ക് 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ഗൃഹം വാങ്ങിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഒരുപക്ഷെ പ്രാഥമിക സംഖ്യ കൊടുത്ത് പണി ചെയ്തു വരുന്ന ഗൃഹത്തിന് കരാർ എഴുതുവാൻ പോലും സാധ്യതയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും വളരെ ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും.
യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി മനസ്സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും സ്വയം ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ സ്വയമേവ ധ്രുവീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ തയ്യാറാകുവാനൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാകുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നത് വഴി ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏതു പ്രകാരത്തിലും നന്നാവുക. പൂര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും അവലംബിക്കുവാനും തീരുമാനിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. പലപ്പോഴും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാനും പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവോടുകൂടിയതായിട്ടുള്ള സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകുന്നത് വഴി ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി ഓണാഘോഷത്തിനായിട്ടും വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കുവാനുമായിട്ടും ജന്മനാട്ടിലെത്തിച്ചേർന്ന് മാതാപിതാക്കളോടൊപ്പം സമീപവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മംഗളകരമാക്കി തീർത്ത് തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് കീഴ് ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ അവസരം വന്നു ചേരും. 6 മാസത്തെ പദ്ധതികളാണെങ്കിലും 9 മാസം വേണ്ടിവരും എന്ന ധാരണ മേലധികാരികൾക്കും ഉടമസ്ഥരെയും രേഖാപരമായിട്ട് ധരിപ്പിക്കുക തന്നെ ആയിരിക്കും ഏതു പ്രകാരത്തിലും നന്നാവുക. സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിനാൽ പല വിധത്തിലുള്ള മിഥ്യാധാരണകളും ഒഴിവാക്കുവാൻ യോഗം കാണുന്നുണ്ട്. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ക്രോഡീകരിക്കുവാനും പല കാര്യങ്ങളും ക്രോഡീകരിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഇനി ഒരു 9 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഗൃഹം വാങ്ങിയാലോ എന്ന ധാരണയോടുകൂടി അന്വേഷണം ആരംഭിക്കുവാൻ യോഗമുണ്ട്. പരസ്പര വിശ്വാസത്തോടുകൂടി സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ആധുനിക കൃഷി സമ്പ്രദായത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പലവിധത്തിലുള്ള അസുഖങ്ങൾക്കും കാരണമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരുന്നതിനാൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ഭക്ഷണ ക്രമീകരണം, വ്യായാമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും നിഷ്പ്രയാസം അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുക, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, അതേപോലെ തന്നെ വിനോദയാത്ര മുതലായവയ്ക്കൊക്കെ തന്നെ ജന്മനാട്ടിലെത്തിച്ചേർന്ന വേണ്ടപ്പെട്ടവരുമായി ഇതെല്ലാം തന്നെ ആഹ്ലാദത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു.
ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി ഒരുപക്ഷെ നിലവിലുള്ള വാഹനം വിൽപ്പന ചെയ്ത് വലിയ വാഹനം വാങ്ങിക്കാനുള്ള ഒരു ധാരണയുണ്ടാകും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ മുടങ്ങിക്കിടപ്പുള്ള പല പദ്ധതികളും ഉടമസ്ഥരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായത്തോടുകൂടി തന്നെ അതിനൊരു പൂർണ്ണ രൂപത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ആ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വേറെ ചിലർക്ക് സകുടുംബം വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി മാസങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്നു. 1 വർഷമോ 1.5 വർഷമൊക്കെ ആയി അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഈ ഒരു മാസത്തിൽ തന്നെ അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും മഹത് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും പാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ചെറിയ പദ്ധതികൾ ഏറ്റെടുക്കുക, അവലംബിക്കുക തുടങ്ങിയവയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ഏതൊരു കാര്യവും ലളിതമായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ക്ഷമ, വിനയം, ആത്മസംയമനം എന്നിവ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 6-7 മാസമായിട്ട് പരിശീലനം വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഒക്ടോബർ മാസത്തിൽ ഇത് ഒരു അരങ്ങേറ്റം എന്ന നിലയിൽ അവലംബിക്കുവാനും വിദ്യാരംഭത്തിനോടനുബന്ധമായിട്ട് അരങ്ങേറ്റം അവലംബിക്കാനും അവസരമുണ്ടായിത്തീരും. ഇതിന് പരിശീലനം വളരെ സജീവമായി പുരോഗമിപ്പിക്കാൻ പോലും സാധ്യത കാണുന്നുണ്ട്. ഇതാണ് ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.